കരൂരിലുണ്ടായ ഈ അപകടത്തിന് പിന്നാലെ ടി.വി.കെ അധ്യക്ഷൻ വിജയ്ക്കെതിരെ പ്രധാന പാർട്ടികളൊക്കെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ DMK അടക്കമുള്ള പാർട്ടികൾ വളരെ കരുതലോടെയാണ് നീങ്ങുന്നത്. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതുവരെ വിജയെ വിമർശിക്കേണ്ടെന്നാണ് പാർട്ടികളുടെ നയം. CPIM മാത്രമാണ് വിജയെ കടന്നാക്രമിച്ചത്. തമിഴക രാഷ്ട്രീയത്തിൽ ഒറ്റയടിക്ക് വഴിവെട്ടി മുന്നേറാനുള്ള യാത്രയിൽ വിജയ്ക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാണ് കരൂരിലുണ്ടായത്. വിജയുടെ വരവ് കാര്യമായി അലട്ടിയിരുന്നത് DMKയെയും AIADMKയെയും BJPയെയും. അപകടത്തിന് ശേഷം DMKയുടെ പ്രധാന നേതാക്കൾ വിജയുടെ പേരുപോലും പറയുന്നില്ല. ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നതിനു ശേഷമോ മദ്രാസ് ഹൈക്കോടതി പ്രതിസ്ഥാനത്ത് നിർത്തിയ ശേഷമോ മാത്രം വിജയെ കടന്നാക്രമിച്ചാൽ മതിയെന്നാണ് DMKയുടെ തീരുമാനം. വിമർശന മുനമ്പിൽ നിർത്തി വിജയ്ക്ക് ജനങ്ങളുടെ മനസ്സിൽ സഹതാപം ഉണ്ടാക്കി നൽകേണ്ടെന്നും ധാരണയുണ്ട്. പാതിരാത്രി കരൂരിലെത്തിയ മുഖ്യമന്ത്രിയുടെ നീക്കമുൾപ്പെടെ ഗുണം ചെയ്യുമെന്ന് DMK വിലയിരുത്തുന്നു. പോലീസിനെതിരായ TVKയുടെ ആരോപണങ്ങളും DMK അവഗണിക്കുന്നു. AIADMK ആകട്ടെ അപകടത്തിൽ DMKയെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. ജുഡീഷ്യൽ അന്വേഷണം തൃപ്തികരമല്ല, പോലീസ് വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്ന് എടപ്പാടി പളനിസ്വാമി പറയുന്നു. വിജയിയെ ഏറ്റവുമധികം പിന്തുണയ്ക്കുന്നത് BJPയാണ്. അതിൽ തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലയും. വിജയ്ക്കെതിരെ കേസെടുക്കരുതെന്നും സംഭവ